യേശുപ്പച്ചൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഈ ഇരിപ്പ് കണ്ടിട്ടേ നിങ്ങളൊക്കെ സാത്താൻ്റെ കുഞ്ഞുങ്ങളാണോ? സാത്താൻ്റെ ഭാഗത്താണോ അതോ യേശുപ്പച്ചൻ്റെ കുഞ്ഞുങ്ങളാണോ? അതുകൊണ്ട് ജോനഥാനും ജോഷുവയും ഒക്കെ പറഞ്ഞു യേശുപ്പച്ചൻ്റെ കുഞ്ഞുങ്ങളാ. വെരി ഗുഡ്. യേശുപ്പച്ചൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ. നമ്മൾ ഏത് നല്ല കാര്യം ചെയ്താലും ആ നല്ല കാര്യത്തിൻ്റെ ഇടയിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധ മാറ്റുന്നുണ്ട്. അത് സാത്താൻ്റെ തന്ത്രങ്ങളാണ്. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ മാറ്റിക്കളയുന്ന ചിന്തകൾ അത് സാത്താൻ മെനയുന്ന തന്ത്രങ്ങളാണ്. പലപ്പോഴും നമ്മൾ പപ്പായും മമ്മിയും അനുസരിക്കുമ്പോൾ കുട്ടി പിശാചു എന്ന് പറയും, എടാ പപ്പായും മമ്മിയും പറയുന്ന കേൾക്കണ്ട. നമ്മൾ നന്മ ചെയ്യുമ്പോൾ തിന്മയ്ക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്നതാണ് സാത്താൻ. അവിടെ മക്കളെ, ദൈവവും സാത്താനും തമ്മിലുള്ള വ്യത്യാസം, ദൈവം സാത്താനിലും നന്മ കാണുന്നു, സാത്താൻ ദൈവത്തിൽ തിന്മ കാണുന്നു. അങ്ങനെയെങ്കിൽ സാത്താൻ്റെ ഒരു തന്ത്രത്തിലും പെടാതെ, സാത്താൻ്റെ തന്ത്രത്തിൽ അകപ്പെട്ടു പോകാതെ യേശുവിൽ വളർന്ന് പന്തലിപ്പാൻ, ക്രിസ്തു എന്ന തലയോളം വളരാൻ ദൈവം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവിടുന്ന് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നാമത്തെ സെഗ്മെൻറ്റ് ഒന്നായി പാടാം. ഹലോ കൂട്ടുകാരെ, എല്ലാവരും എത്തിയോ? ഓക്കെ, എല്ലാവരും വന്നു ഇല്ലേ? എല്ലാവരും വന്നിട്ടുണ്ട്. ഇന്ന് ആരെങ്കിലും വരാതുണ്ടോ? എല്ലാവരും എത്തിയിട്ടുണ്ട്. ആരുമില്ല, എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മൾ പാട്ട് പഠിക്കണം. ഇന്നെന്തൊക്കെയുള്ളത്? പാട്ട് പഠിക്കണം, കഥ കേൾക്കണം. അയ്യോ, ഒത്തിരി കാര്യങ്ങളുണ്ടല്ലേ. നമ്മളൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുക? പഠിക്കുന്ന കുഞ്ഞുങ്ങളാണല്ലേ. നമ്മളൊക്കെ സ്കൂളിലൊക്കെ പോയി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ നല്ല കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ചിലക്കൊക്കെ ചില വേണ്ടാത്ത ചിന്തകളും വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമുക്ക് ചില പ്രേരണയുണ്ടാകും. അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് എടാ നീ അതൊന്ന് ചെയ്തേ, നീ ഇതൊന്ന് ചെയ്തേ, അല്ലെങ്കിൽ അതുകൊണ്ടല്ല അവൻ്റെ ആ പെൻസിൽ നല്ലതാ, അത് നമുക്കൊന്ന് എടുത്താലോ എന്നൊക്കെ ഇങ്ങനെ ആരോ ഒരാൾ വന്ന് നമ്മുടെ മനസ്സിലിങ്ങനെ പറയത്തില്ലേ? ആരാ അങ്ങനെ വന്ന് പറയുന്നേ? സാത്താനില്ലേ. സാത്താൻ നമ്മളെ ഇങ്ങനെ തെറ്റിക്കാനായിട്ട്, യേശു കർത്താവിൻ്റെ കുഞ്ഞുങ്ങളായ നമ്മളെ യേശു കർത്താവിൽ നിന്ന് തെറ്റിക്കാനായിട്ട് ഇങ്ങനെ തക്കം നോക്കിയിരിക്കുക. അങ്ങനെ തക്കം നോക്കിയിരിക്കുമ്പോൾ യേശുവിൻ്റെ കുഞ്ഞുങ്ങളായ, യേശുപ്പച്ചൻ്റെ കുഞ്ഞുങ്ങളായ നമ്മൾ ആ സാത്താൻ്റെ പിടിപ്പെടുവോ? ഇല്ല, സാത്താൻ്റെ പിടിപ്പെടാതെ യേശുവിൻ്റെ കുഞ്ഞായിട്ട് ജീവിക്കണം ഇല്ലേ? നമുക്ക് ആ സാത്താനെ പറ്റിയുള്ള, സാത്താനെ ഓടിച്ചു വിടുന്ന ഒരു പാട്ട് പഠിച്ചാലോ? ഒരു പാട്ടുണ്ട്, ഇതിൻ്റെ ചെറിയൊരു ആക്ഷനും ഉണ്ട്. നമുക്ക് നോക്കാം. ആ പാട്ട് പഠിച്ച് നമുക്ക് ഈ ആക്ഷനും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യം അച്ചാച്ചനൊന്ന് പാടിത്തരാം, അതിനുശേഷം നമുക്ക് ചേർന്ന് അച്ഛനെ പഠിപ്പിക്കാം. അത് നിങ്ങൾ ചേർന്ന് പാടണം. ഊലാലാലേ 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 ഊലാലാലേ. സാത്താനെ നീ ദൂരെ പോ, തന്ത്രങ്ങൾ കാട്ടാതെ പോ. സാത്താനെ നീ ദൂരെ പോ, തന്ത്രങ്ങൾ കാട്ടാതെ പോ. അടിപിടി തടയില്ലാതെ ചിരിമൊഴികളുമായിട്ട് യേശുവിൻ്റെ ചാര ഞാൻ വന്നു ചേർന്നിടും. അടിപിടി തടയില്ലാതെ ചിരിമൊഴികളുമായിട്ട് യേശുവിൻ്റെ ചാര ഞാൻ വന്നു ചേർന്നിടും. സാത്താനെ നീ ദൂരെ പോ, തന്ത്രങ്ങൾ കാട്ടാതെ പോ. സാത്താനെ നീ ദൂരെ പോ, തന്ത്രങ്ങൾ കാട്ടാതെ പോ.
കുള്ളനായ സക്കായി മരം വലിഞ്ഞു കേറിയോ, യേശുവിനെ കാണാനായി വേഗം വേഗം കേറിയോ. കുള്ളനായ സക്കായി മരം വലിഞ്ഞു കേറിയോ, യേശുവിനെ കാണാനായി വേഗം വേഗം കേറിയോ. അത്ഭുത പ്രവർത്തികളിൽ രാജാവ്, തിന്മയെ എതിർത്തിടുന്ന നേതാവ്. അത്ഭുത പ്രവർത്തികളിൽ രാജാവ്, തിന്മയെ എതിർത്തിടുന്ന നേതാവ്. അടിപിടി തടയില്ലാതെ ചിരിമൊഴികളുമായിട്ട് യേശുവിൻ്റെ ചാര ഞാൻ വന്നു ചേർന്നിടും. 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 ഓക്കെ, എല്ലാവരും പാട്ട് കേട്ടോ? ആ, നല്ല പാട്ടാണോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അച്ഛൻ പാടിത്തരാം, അത് കേട്ട് നിങ്ങൾ ഓരോ ലൈനായിട്ട് ചേർന്ന് പാടും. എല്ലാവരും ചേർന്ന് പാടുവോ? ഓക്കെ, അച്ഛൻ പാടിത്തരാമേ. ഊലാലാലേ 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 ഊലാലാലേ. പാടിക്കേ. ഊലാലാലേ 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 ഊലാലാലേ. കിട്ടിയോ? ഓക്കെ, അടുത്തത് സാത്താനേ നീ ദൂരെ പോ. പാടിക്കേ. സാത്താനേ നീ ദൂരെ പോ, തന്ത്രങ്ങൾ കാട്ടാതെ പോ. പാടിക്കേ. തന്ത്രങ്ങൾ കാട്ടാതെ പോ. കിട്ടിയോ? ആ രണ്ട് ലൈൻ നമുക്ക് ചേർന്ന് പാടാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. സാത്താനേ നീ ദൂരെ പോ, തന്ത്രങ്ങൾ കാട്ടാതെ പോ. അത്രയും കിട്ടിയല്ലോ. അടുത്തത് അടിപിടി തടയില്ലാതെ ചിരിമൊഴികളുമായിട്ട് യേശുവിൻ്റെ ചാര ഞാൻ വന്നു ചേർന്നിടും. പാടിക്കേ. അടിപിടി തടയില്ലാതെ ചിരിമൊഴികളുമായിട്ട് യേശുവിൻ്റെ ചാര ഞാൻ വന്നു ചേർന്നിടും. കിട്ടിയോ? അടിപിടി തടയില്ലാതെ ചിരിമൊഴികളുമായിട്ട് യേശുവിൻ്റെ ചാര ഞാൻ വന്നു ചേർന്നിടും. കിട്ടിയല്ലോ. രണ്ടാമത് പാടുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. അടിപിടി തടയില്ലാതെ ചിരിമൊഴികളുമായിട്ട് യേശുവിൻ്റെ ചാര ഞാൻ വന്നു ചേർന്നിടും. കിട്ടിയല്ലോ. അടുത്തത് കുള്ളനായ സക്കായി മരം വലിഞ്ഞു കേറിയോ, യേശുവിനെ കാണാനായി വേഗം വേഗം കേറിയോ. പാടിക്കേ. കുള്ളനായ സക്കായി മരം വലിഞ്ഞു കേറിയോ, യേശുവിനെ കാണാനായി വേഗം വേഗം കേറിയോ. കിട്ടിയോ? രണ്ട് ലൈൻ കിട്ടിയോ? ഒന്ന് ചേർന്ന് പാടിക്കേ. കുള്ളനായ സക്കായി മരം വലിഞ്ഞു കേറിയോ, യേശുവിനെ കാണാനായി വേഗം വേഗം കേറിയോ. കിട്ടിയല്ലോ. അടുത്തത് അത്ഭുത പ്രവർത്തികളിൽ രാജാവ്, തിന്മയെ എതിർത്തിടുന്ന നേതാവ്. പാടിക്കേ. അത്ഭുത പ്രവർത്തികളിൽ രാജാവ്, തിന്മയെ എതിർത്തിടുന്ന നേതാവ്. അത്രയും കിട്ടിയോ? കുള്ളനായ സക്കായി തൊട്ട് നമുക്കൊന്ന് ചേർന്ന് പാടാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. കുള്ളനായ സക്കായി മരം വലിഞ്ഞു കേറിയോ, യേശുവിനെ കാണാനായി വേഗം വേഗം കേറിയോ. കുള്ളനായ സക്കായി മരം വലിഞ്ഞു കേറിയോ, യേശുവിനെ കാണാനായി വേഗം വേഗം കേറിയോ. അത്ഭുത പ്രവർത്തികളിൽ രാജാവ്, തിന്മയെ എതിർത്തിടുന്ന നേതാവ്. അത്ഭുത പ്രവർത്തികളിൽ രാജാവ്, തിന്മയെ എതിർത്തിടുന്ന നേതാവ്. അതിനുശേഷം അടിപിടി തടയില്ലാതെ. അത് 4 വട്ടം പാടിയാണ് നമ്മൾ നിർത്തുന്നത്. കിട്ടിയോ? കിട്ടിയല്ലോ. ഓക്കെ, നമുക്കൊന്ന് ചേർന്ന് പാടാം. ഓക്കെ, എല്ലാവരും ഒന്ന് ചേർന്ന് പാടണം. മ്യൂസിക്കിനോട് കൂടെ നമുക്കൊന്ന് ചേർന്ന് പാടാം. ഊലാലാലേ 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 ഊലാലാലേ. സാത്താനേ നീ ദൂരെ പോ, തന്ത്രങ്ങൾ കാട്ടാതെ പോ. സാത്താനേ നീ ദൂരെ പോ,
തന്ത്രങ്ങൾ കാട്ടാതെ പോ. അടിപിടി തടയില്ലാതെ ചിരിമൊഴികളുമായിട്ട് യേശുവിൻ്റെ ചാരെ ഞാൻ വന്നു ചേർന്നിടും. അടിപിടി തടയില്ലാതെ ചിരിമൊഴികളുമായിട്ട് യേശുവിൻ്റെ ചാരെ ഞാൻ വന്നു ചേർന്നിടും. സാത്താനെ നീ ദൂരെ പോ, തന്ത്രങ്ങൾ കാട്ടാതെ പോ. സാത്താനെ നീ ദൂരെ പോ, തന്ത്രങ്ങൾ കാട്ടാതെ പോ. സക്കായി മരം വലിഞ്ഞു കയറിയോ, യേശുവിനെ കാണാനായി വേഗം വേഗം കയറിയോ. കുള്ളനായ സക്കായി മരം വലിഞ്ഞു കയറിയോ, യേശുവിനെ കാണാനായി വേഗം വേഗം കയറിയോ. അത്ഭുത പ്രവർത്തികളിൽ രാജാവ്, തിന്മയെ എതിർത്തിടുന്ന നേതാവ്. അത്ഭുത പ്രവർത്തികളിൽ രാജാവ്, തിന്മയെ എതിർത്തിടുന്ന നേതാവ്. അടിപിടി തടയില്ലാതെ ചിരിമൊഴികളുമായിട്ട് യേശുവിൻ്റെ ചാരെ ഞാൻ വന്നു ചേർന്നിടും. 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 കൂട്ടുകാർക്ക് പാട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു അല്ലേ? യേശു കർത്താവ് എന്താണെന്ന് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? അത്ഭുത പ്രവൃത്തി ചെയ്യുന്ന രാജാവാണില്ലേ, തിന്മയെ എതിർത്തിടുന്ന നേതാവാണ്. തിന്മയെന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ വഴക്ക് കൂടുന്നതുകൊണ്ട്, നമ്മൾ കള്ളത്തരം ചെയ്യുന്നതുകൊണ്ട്, ഇതൊക്കെ എന്താ? തിന്മയാണില്ലേ. യേശു കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് സാത്താൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. അങ്ങനെ യേശു കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താ? ഇങ്ങനെ സാത്താൻ്റെ ഇഷ്ടത്തിന് പോകാതെ യേശുപ്പച്ചൻ്റെ നല്ല കുഞ്ഞുങ്ങളായിട്ട് നല്ല പ്രവൃത്തി ചെയ്തിട്ട് നല്ല ചിരിയോടുകൂടി യേശു കർത്താവിനോടൊപ്പം ജീവിക്കണമെന്ന് യേശു കർത്താവ് ആഗ്രഹിക്കുന്നത്. നല്ല ചിരിയോടുകൂടി. ചിരി ഉണ്ടാകുമ്പം വഴക്കുണ്ടെങ്കിൽ ചിരി ഉണ്ടാകുമോ? ഇല്ല. മറ്റുള്ളവരോട് ദേഷ്യം ഉണ്ടെങ്കിൽ ചിരി ഉണ്ടാകുമോ? ഇല്ല. ആരോടും ദേഷ്യമില്ലാതെ വഴക്കില്ലാതെ യേശു കർത്താവിനോടൊപ്പം നമുക്കായിത്തീരാം. അതിനായിട്ട് എല്ലാ കുഞ്ഞുങ്ങളെയും യേശു കർത്താവ് സഹായിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. നമുക്കിനി വീണ്ടും നമുക്ക് കാണാം. ബൈ ബൈ. പാട്ട് പഠിച്ചോ? സാത്താനെ നീ ദൂരെ പോ, തന്ത്രങ്ങൾ കാട്ടാതെ. എല്ലാം കുട്ടി സാത്താനുകളാ മുമ്പിലിരിക്കുന്നത്, ഇല്ലയോ? ആണോ? കുട്ടി സാത്താനാണോ മുമ്പിലിരിക്കുന്നേ? അല്ല, യേശുവിൻ്റെ കുഞ്ഞുങ്ങളാ. യേശുവിൻ്റെ കുഞ്ഞുങ്ങളില്ലയോ? അങ്ങനെയാണെങ്കിൽ എത്ര പേര് ഇന്ന് വേദപുസ്തകം എടുത്തോണ്ടായിരുന്നേക്കുന്നേ? ആഹാ, വെരി ഗുഡ്. എല്ലാവരും വേദപുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇന്ന് എത്ര പേര് പ്രാർത്ഥിച്ചു? യെസ്, ഗുഡ്. എല്ലാവരും പ്രാർത്ഥിച്ചു. ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ, അച്ഛനങ്ങളുടെ വേണ്ടി എത്ര പേര് പ്രാർത്ഥിച്ചു? യെസ്, താങ്ക് യു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പപ്പായ്ക്കും മമ്മിക്കും, ടീച്ചേഴ്സ്, സ്കൂൾ പ്രിൻസിപ്പൽ, സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, നമ്മുടെ ഈ ബട്ടർഫ്ലൈസ് പ്രോഗ്രാമിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി എത്രയും പേര് പ്രാർത്ഥിച്ചു? ഓ, വെരി ഗുഡ്. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അത് എനിക്ക് കൂടുതൽ സന്തോഷം നൽകുന്ന. മക്കളെ, യേശുവും കുഞ്ഞുങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്യും. നമ്മൾ ഈ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഇപ്പം പ്രാർത്ഥിക്കേണ്ട, ബൈബിൾ വായിക്കേണ്ട എന്ന് പറയുമ്പോൾ അത് സാത്താൻ്റെ തന്ത്രമാണ്. ഈ സാത്താൻ്റെ തന്ത്രം മനസ്സിലാക്കി അതിൽ നിന്ന് മാറി ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ ഇടയായിത്തീരണം. അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം, കഥയിലൂടെ. ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു പുതിയ കഥയൂടെ കേൾക്കാം. ഈ കഥയുടെ പേരാണ് സൈമണച്ചാനും നൈക്കിയുടെ ഷൂസും. ആഹാ, ഇതാരാണ് ഈ സൈമണച്ചാൻ? ഈ സൈമണച്ചാനാണ് മോനെ ഒരു നല്ല മീൻപിടുത്തക്കാരൻ.
കടൽ തീരത്തിനടുത്താണ്. നമുക്കറിയാം തിരുവനന്തപുരത്ത് കോസ്റ്റൽ ഏരിയ, കടൽ തീരത്തിനടുത്തൊരു നല്ല കൊച്ചു വീടൊക്കെയുണ്ട്. ഇങ്ങനെ മീൻ പിടിച്ച് ഉപജീവനം കണ്ടെത്തുന്ന ഒരാളാണ് സൈമണച്ചാൻ. അപ്പോൾ ഈ നൈക്കിയുടെ ഷൂസിൻ്റെ കാര്യം എന്താണ്? അപ്പോഴാണ് കാര്യം, ഈ സൈമണച്ചാന് 2 കുട്ടികളുണ്ട്, ചേട്ടനും അനിയനുമാണ്, ബിബിയും സിബിയും. ഈ ചേട്ടന്മാരുടെ ഒരു പ്രത്യേകതയാണ്, എപ്പോഴും കംപ്ലൈൻ്റാണ്. ഇവർക്ക് കംപ്ലൈൻ്റാണ്. എന്ന് സൈമണച്ചാനോട് ഒന്ന് വഴക്കുണ്ടാകും. എന്താണെന്നറിയാമോ? ഞങ്ങളുടെ ക്ലാസ്സിലെ ആ മോന് മറ്റേ ഷൂ ഉണ്ട്, അല്ലെ മറ്റേ ബോക്സ് ഉണ്ട്, അല്ലെ ഈ ബാഗുണ്ട്, ഇങ്ങനത്തെ ഫുഡാണ് അവർ കഴിക്കുന്നത്, ഞങ്ങൾക്കൊക്കെ എന്തോ ഈ മേടിച്ച് തന്നിരിക്കുന്നത്, ഒന്നിനും കൊള്ളത്തില്ല, ഞങ്ങളുടെ ഈ ഡ്രസ്സൊന്നും, ഞങ്ങൾക്ക് നല്ല പുത്തൻ ഡ്രസ്സ് വേണം, നല്ല പുത്തൻ ബാഗ് വേണം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കംപ്ലയിൻറ്റ്. എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താലോ ഇതൊന്നും പോരാ, ഞങ്ങൾക്ക് ഹാംബർഗർ വേണം, പിസ്സ വേണമെന്ന് പറഞ്ഞാൽ അങ്ങ് വഴക്കാണ്. അങ്ങനെ ഈ മീൻപിടുത്തക്കാരനായ സൈമണച്ചാന് ഇതെല്ലാം ഒന്നും മേടിച്ചു കൊടുക്കാനുള്ള സൗകര്യമൊന്നുമില്ല. പക്ഷെങ്കിൽ പുള്ളിയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല അന്തസ്സായിട്ട് നല്ല വൃത്തിയുള്ള ഡ്രസ്സും നല്ല സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളും ഒക്കെയാണ് ഇദ്ദേഹം വീട്ടിൽ നിന്ന് ഈ കുട്ടികൾക്ക് കൊടുത്തു വിടുന്നത്. പക്ഷേ ഈ 2 ചെറുപ്പക്കാരും, അതായത് നമ്മുടെ ബിബിയും സിബിയും എപ്പോഴും വഴക്കാണ്. അങ്ങനെ കിട്ടിയ ഒരു സാധനമാണ് ഈ നൈക്കിയുടെ ഷൂസ്. ഒരു ദിവസം ബിബിക്കുട്ടൻ അവൻ്റെ ക്ലാസ്സിലെ ഒരു സ്പോർട്സുകാരുണ്ട്, കളിക്കാനൊക്കെ പോകുന്ന വലിയ ഫുട്ബോളുകാരൻ, അവൻ്റെ കാലേ കിടക്കുന്ന ഷൂസ് നൈക്കിയുടെ ഷൂസാണെന്ന് കണ്ടപ്പോൾ തൊട്ട് തുടങ്ങിയ ആവശ്യമാണ്, തുടങ്ങിയ ഒരു ആർത്തിയാണ്, എനിക്കും വേണം നൈക്കിയുടെ ഷൂസ്. അത് കേട്ടപ്പം നമ്മുടെ സിബിക്കുട്ടനും തുടങ്ങി, അവനും വേണം നൈക്കിയുടെ ഷൂസ്. അങ്ങനെ ഇവർ 2 പേരും കൂടെ വഴക്കേട്ടി ഈ സൈമണച്ചാനെ കൊണ്ട് മേടിപ്പിച്ച അവസാനം ആ സാധനം എന്താണ്? നൈക്കിയുടെ ഷൂസ്. അങ്ങനെ കാശില്ലാതിരിക്കുന്ന അവസ്ഥയിലും പലരോടും കടമൊക്കെ മേടിച്ചാണ് നമ്മുടെ സൈമണച്ചാൻ നൈക്കിയുടെ ഷൂസ് ഈ 2 ചേട്ടന്മാർക്കും മേടിച്ചു കൊടുത്തത്. കാരണം എന്താണെന്നറിയാമോ? നൈക്കിയുടെ ഷൂസിനൊക്കെ നല്ല വിലയുള്ള സാധനമാണ് അല്ലേ, ഒറിജിനൽ സാധനം തന്നെ വേണം എന്നൊക്കെയുള്ള വഴക്ക് കാരണം ഈ വലിയ കടയിലൊക്കെ പോയി കാശൊക്കെ കൊടുത്ത് മേടിച്ച് ഇവർക്ക് കൊടുത്തു. ഇത് കൊടുത്തിട്ടും ഇവരുടെ ആർത്തിക്കൊന്നും യാതൊരു കുറവുമില്ല. നൈക്കിയുടെ ഷൂസൊക്കെ ഇട്ടുകൊണ്ട് നടന്നിട്ടും യാതൊരു ഗുണവുമില്ല. ഇവർ പിന്നെയും കംപ്ലയിൻറ്റ് പറയാൻ തുടങ്ങി. സാധാരണ കംപ്ലയിൻറ്റ് പറയുന്ന ഒരു സാധനമാണ് ഫുഡിനെ പറ്റി. കാരണം എന്താണെന്ന്, ഇവരുടെ വീട്ടിൽ എപ്പോഴും മീനാണ്. ഇവർ മീൻ കഴിച്ച് മടുത്തു എന്നാണ് ഇവരുടെ ഒരു പരാതി. മീൻ കഴിച്ച് മടുത്തു, ചോറ് കഴിച്ച് മടുത്തു, ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസ് വേണം, ഞങ്ങൾക്ക് ബർഗർ വേണം, പിസ്സ വേണം എന്നൊക്കെയുള്ള വഴക്കാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുഞ്ഞുങ്ങളെ നമ്മുടെ സുനാമിയൊക്കെ വരികയും വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ ഈ വീട്ടുകാർക്ക്, അതായത് സൈമണച്ചാൻ്റെ വീട്ടുകാർക്ക് വെളിയിൽ പോലും പോകാനുള്ള ഒരു കണ്ടീഷൻ ഒത്തുകിട്ടിയില്ല. കാരണം എന്താണ്? കടലിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ സൈമണച്ചാൻ വെളിയിൽ പോലെ എന്തോ സംഭവിക്കും, കാശ് കിട്ടത്തില്ല. അങ്ങനെ ഇവർ കുറച്ചൊക്കെ പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിക്കാൻ തുടങ്ങി. വീട്ടിലുള്ള സ്റ്റോക്ക് വെച്ചിരിക്കുന്ന മീനൊക്കെ തീർന്നു. പതുക്കെ കഞ്ഞി മാത്രമായി. ഇത് കണ്ടപ്പോൾ, അതല്ലെങ്കിൽ ഇത് അനുഭവിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സിബിയും ബിബിയും വെറുതെ ഇരിക്കുമോ? അവന്മാരുടെ കംപ്ലൈൻറ്റുകൾ കൂടി, വാശി കൂടി, ദേഷ്യം കൂടി. ഒരു ദിവസം രാത്രിയിൽ ബിബിക്കുട്ടനുണ്ടല്ലോ കഴിച്ചുകൊണ്ടിരുന്ന കഞ്ഞിയുടെ പാത്രം എടുത്ത് വലിച്ചൊറ്റയേർ, എനിക്കിപ്പം ചിക്കനോ മട്ടണോ കിട്ടാതെ ഞാൻ ഇവിടെ എണ്ണിക്കത്തില്ലെന്ന് പറഞ്ഞ് വാശിയായി. അങ്ങനെ വെള്ളമൊക്കെ കുറച്ച് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിലും ആരും കടയിലൊന്നും അങ്ങനെ പോയി തുടങ്ങിയിട്ടില്ല. കടകളൊന്നും അത്ര തുറന്ന് പ്രവർത്തിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇടയ്ക്കൊക്കെ ചിലയിടത്ത് ഈ കോഴിക്കടകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ചില പച്ചക്കറി കടകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ സൈമണച്ചാൻ അറിയാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വഴക്കെല്ലാം കേട്ട് മടുത്തിട്ട് ആകെപ്പാടെ ടെൻഷൻ അടിച്ച് ആകെപ്പാടെ വിഷമിച്ചിട്ട് ഈ സൈമണച്ചാൻ കടയിലേക്ക് പോവുകയാണ്. രാത്രിയാണെന്ന് ഓർക്കണം. സമയം ഏതാണ്ട് 6:30-7 മണിയായി. ഈ സമയത്താണ് വെളിയിലേക്ക് പോകുന്നത്. അത്ര നല്ലതല്ല, ഡേഞ്ചറസ് സിറ്റുവേഷനാണ്. പോയി ഏതായാലും ഈ ചെറുക്കന്മാർ കിടന്ന വഴക്കല്ലേ, പോയി കുറച്ച് ചിക്കനേലും മേടിച്ചുകൊണ്ട് വരാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പോയതും ഓർമ്മയുണ്ട്. തിരിച്ച് വരാൻ വേണ്ടി വണ്ടിയെല്ലാം കണ്ട് കയറണമെന്ന് ആഗ്രഹിക്കുന്ന ഓർമ്മയുണ്ട്. പടയെ നേണ്ട വെള്ളമൊക്കെ ഇരച്ചേറി വരുന്നുവെന്ന് ഓർമ്മയുണ്ട്. പിന്നെ നമ്മുടെ ബിബിക്കുട്ടനും മമ്മിയും ഒക്കെ ഉണ്ടല്ലോ, ടി വിയിലിരുന്ന് കണ്ടു, താണ്ട്രാ അവർ താമസിച്ചിരുന്ന സ്ഥലത്ത് വീണ്ടും വലിയ വെള്ളപ്പൊക്കം കയറി വന്നു. അങ്ങനെ ഇവർ പേടിച്ച് വിറച്ചകത്തിരിക്കുമ്പോൾ ന്യൂസൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണുന്നുണ്ട്, എല്ലായിടത്തും വെള്ളപ്പൊക്കമാണ്, പ്രശ്നമാണ്. അങ്ങനെ ഇവർ പട്ടിണി കിടക്കാൻ തുടങ്ങി. അന്ന് രാത്രി അച്ചായൻ വന്നില്ല, പിറ്റേ ദിവസവും അച്ചായൻ വന്നില്ല. 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ നിന്ന് ഒരു ആംബുലൻസിൽ അച്ചായൻ വരുന്നു. ആ സമയത്തേക്കും വെള്ളപ്പൊക്കമൊക്കെ മുഴുവൻ മാറി. പതുക്കെ ഈ ചെറുക്കന്മാരുണ്ടല്ലോ നമ്മുടെ ബിബിയും സിബിയും ആപ്പാടെ വിഷമിച്ച് ടെൻഷൻ അടിച്ച് അവർക്ക് പപ്പായെ കാണണമെന്നുള്ള ആഗ്രഹമായി. ചിക്കനും മട്ടണൊന്നും ഇനിയും വേണ്ട, നൈക്കിയുടെ ഷൂസും ഒന്നുമല്ല ആവശ്യം, അവർക്ക് എങ്ങനെയും ഈ പപ്പായെ കാണണം. അങ്ങനെ സൈമണച്ചനെയും കൊണ്ട് ആശുപത്രിയിൽ നിന്ന് വണ്ടി വന്നപ്പോൾ ഒരുവിധം ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്ത് വെള്ളത്തിലൊക്കെ പോയ ആളാണ്, അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി കൊണ്ടുവരികയാണ്. ഈ ബിബിയും സിബിയും ഓടിച്ചെന്ന് സൈമണച്ചൻ്റെ അദ്ദേഹത്തോട്ട് കെട്ടിപ്പിടിച്ചു. നമ്മളും ഇങ്ങനെയൊക്കെ തന്നെ ആവണം കുഞ്ഞുങ്ങളെ. എപ്പോഴും കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ട് നടക്കാതെ നമുക്കുള്ള നമ്മുടെ പേരൻസിനെയും നമുക്കുള്ള നമ്മുടെ സാഹചര്യങ്ങളൊക്കെ അറിഞ്ഞ് കംപ്ലൈൻറ്റ്സൊക്കെ കുറച്ച് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കണം. ഓൺ ദാറ്റ് ഹാപ്പി നോട്ട്, താങ്ക് യു വെരി മച്ച്.
ഓ, ഇന്നത്തെ കഥ പരാതി 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 മാത്രം. സൈമൺ അച്ചായൻ്റെ മക്കൾക്ക് 24 മണിക്കൂറും പരാതി, 24 മണിക്കൂറും പരാതി. എന്തൊരു കഷ്ടമായിരുന്നേ. ആ പാപ്പായും മമ്മിയും എല്ലാം എപ്പോഴും പരാതി. ഇവിടെ ഇരിക്കുന്ന ജോഷുവായും ജോനഥാനും ജോബിനും റോബിനും മെർലിനും സന്തോഷും ഒക്കെ ഇതുപോലെ എന്നും പരാതിപ്പെടാറുണ്ടോ? പേന ഇല്ല, ഭക്ഷണമില്ല, എനിക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡില്ല, ഇഡ്ഡലിയും ദോശയും എനിക്ക് വേണ്ട, എനിക്ക് ഷവർമ മാത്രം മതി, ഇവിടെ ചിക്കൻ ഇല്ല. പരാതിപ്പെടാറുണ്ടോ? പരാതിപ്പെടുന്നവർ, പിറുപിറുക്കുന്നവർ ഒരിക്കലും ഉയരാൻ പറ്റത്തില്ല. എന്നാൽ ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കി സന്തോഷത്തോടെ അഡ്ജസ്റ്റ് ചെയ്യുന്നവരാണ് ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ സൈമൺ അങ്കിളുടെ മക്കളെ പോലെ പരാതിപ്പെടാതെ, പിറുപിറുക്കാതെ, ലെറ്റസ് കംപ്ലെയിൻ ലെസ് ആൻഡ് ലീവ് മോർ. പരാതിപ്പെടാതെ കൂടുതൽ കൊടുക്കുന്നവർ, കൂടുതൽ കാലം ജീവിക്കുന്നവരായി തീരാൻ ഇടയാക്കട്ടെ. അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. കേൾക്കാം, അനുസരിക്കാം. കുക്കു ഇറങ്ങടാ, ഇറങ്ങ്, ചാടി മണ്ടയ്ക്ക് ഇരിക്കാതെ. ഓ, എനിക്ക് പേടിയാ. ഓ, നിനക്ക് പേടി എന്താ? എന്താ നിന്റെ പേടിക്ക് കാരണം? ഇരുട്ടാ. ഓ, ഇരുട്ടിന് നീ എന്തിനാ പേടിക്കുന്നത്? ഹേയ്, എഴുന്നേക്ക്, നാണക്കേട്. ആ കൂട്ടുകാരെല്ലാം കാണുന്നുണ്ട്. ആരാ കാണുന്നേ? നിന്റെ കൂട്ടുകാരെല്ലാം കാണുന്നുണ്ട്. നിന്റെ ഫ്രണ്ട്സ് അല്ലേ? അവർക്ക് ഹായ് പറഞ്ഞേ. ഹായ് കൂട്ടുകാരി, എനിക്ക് പേടിയാ. ഓ, ഇവന് പേടിയാന്നാ പറയുന്നത്. കൂട്ടുകാരെ, ഇരുട്ടിനെ പേടിയുള്ളവരുണ്ടോ? എവിടെയെങ്കിലും അടി നടക്കുന്നത് കണ്ടാൽ, ഫ്രണ്ട്സ് തമ്മിൽ ഇടിയിടുന്നത് കണ്ടാൽ ഭയം. എനിക്ക് അങ്ങനെ ഒരു കൂട്ടുകാരനുണ്ട്. ഇവനങ്ങനെ ഒരു കൂട്ടുകാരനുണ്ട്. ചില കൂട്ടുകാർക്ക് പോലീസ്മാനെ കണ്ടു കഴിഞ്ഞാൽ പേടി. അതെ, കണ്ണിലിട്ട് കാണിക്കുക, അടിയിലിട്, അങ്ങനെ വളരെ പ്രശ്നമാണ് പോലീസുകാർ. ഓക്കെ, പോലീസുകാർ നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ നിയമങ്ങളൊക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അത് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ചില കൂട്ടുകാർക്ക് അടി കണ്ടു കഴിഞ്ഞാൽ ഭയം, ഇരുട്ടിനെ ഭയം. ചില സബ്ജക്റ്റ്, മാത്സ് ടീച്ചറിനെ കണ്ടു കഴിഞ്ഞാൽ ഭയം. അയ്യോ, എനിക്ക് ഭയോ. സോഷ്യൽ ടീച്ചർ, സൂസൻ ടീച്ചറിനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാ. ഓ, ഇവന് സൂസൻ ടീച്ചറിനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ്. സൂസൻ ടീച്ചർ നിന്നെ അടിക്കുകയോ വഴക്ക് പറയുകയോ ഒക്കെ ചെയ്യുന്നത് കൂട്ടുകാരെ നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. ഇപ്പോഴത്തെ ടീച്ചർമാരൊന്നും അടിക്കത്തില്ല. ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ നമ്മുടെ ഭയങ്ങൾ ചിലപ്പം നമ്മുടെ ഭാവിയെ നശിപ്പിച്ച് കളയും. എന്തൊക്കെയാണ് ആ 3 തരത്തിലുള്ള ഭയങ്ങൾ നമ്മുടെ ഭാവിയെ നശിപ്പിച്ച് കളയുന്നത്? ഒന്ന്, ഭാവിയെപ്പറ്റി ആലോചിക്കുന്ന ഭയം, ഫിയർ അബൌട്ട് അവർ ഫ്യൂച്ചർ. കൂട്ടുകാരെ, ഭാവി എന്തായിത്തീരും? ഞാൻ പഠിക്കുന്നത് ശരിയാകുമോ? ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്. ഇവൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്. നോക്കി, അങ്ങനെ ഫ്യൂച്ചറിനെ ഓർത്ത്, ഭാവിയെ ഓർത്ത് എന്തായിത്തീരും എന്നോർത്ത് ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എല്ലാം അതിൻ്റെ സമയത്ത് നന്നായി ദൈവം ശരിയാക്കി തരും, റെഡിയാക്കി തരും. തക്കതായ രീതിയിൽ അത് നടക്കും. ഓക്കെ ഓക്കെ, അതുകൊണ്ട് ഫ്യൂച്ചറിനെ ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. യെസ്, ഫ്യൂച്ചറിനെ ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ഭയം എന്ന് പറയുന്നത് ബീങ് എലോൺ എന്നുള്ളതാണ്. ഞാൻ തന്നെയായി പോകുന്നതിൽ പേടിയുണ്ടാകും. ചില കൂട്ടുകാർക്ക് റൂമിനകത്ത് തന്നെ ഇരിക്കാൻ പേടി. അതെ 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 അതെ, അങ്ങനെയുള്ളവരുണ്ട്. നിനക്ക് അങ്ങനെയുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ടെന്നല്ലേ നീ പറയാൻ വരുന്നത്, എനിക്കറിയാം. ഫ്രണ്ട്സ് തന്നെ ഇരുന്നാൽ തന്നെ ടോയ്ലറ്റിൽ പോകാൻ പേടി. അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടോ? അങ്ങനെയെങ്കിൽ അത് നിങ്ങളുടെ ഭാവിയെ തകർത്ത് കളയും. അതുകൊണ്ട് തന്നെയാണെന്നുള്ള ഒരു ബോധം നിങ്ങൾ അവസാനിപ്പിക്കണം. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഭയം എന്ന് പറയുന്നത് എന്തെങ്കിലും ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള ഭയം, എന്തെങ്കിലും കാര്യങ്ങൾ ചിട്ടപ്പെടുത്താനുള്ള ഭയം. അത് ശരിയാകുമോ, അങ്ങനെ ചെയ്താൽ അത് തെറ്റിപ്പോത്തില്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കൂട്ടുകാരുണ്ട്. അങ്ങനെ നീ ചിന്തിക്കാറുണ്ടോ? ഇടയ്ക്കിടയ്ക്കൊക്കെ. ഓക്കെ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവൻ ചിന്തിക്കാറുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയുള്ള ഫിയർ ചില കൂട്ടുകാർക്കുണ്ടാകാം. ഫ്രണ്ട്സ്, എന്ത് ഭയം ആയിക്കോട്ടെ അതിനെ മറികടക്കുവാൻ നമുക്ക് സാധിക്കും. കാരണം
നമ്മുടെ രക്ഷകനായി, നമ്മുടെ സഹായകനായി യേശുപ്പച്ചൻ കൂടെയുണ്ട്. കൂടെ ഉണ്ടോ നിൻ്റെ കൂടെ? യെസ്, എൻ്റെ കൂടെ എല്ലായ്പ്പോഴും യേശുപ്പച്ചനുണ്ട്. ഓക്കെ, ഇവൻ്റെ കൂടെ എല്ലായ്പ്പോഴും യേശുപ്പച്ചൻ ഉള്ളത് കൊണ്ട് ഇവന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെ നീ പേടിച്ച് മാറിയിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. ഒരിക്കലും ഇല്ല. അങ്ങനെയെങ്കിൽ ഫ്രണ്ട്സ്, നമുക്ക് ഭയപ്പെട്ട് മാറി നിൽക്കേണ്ടവരല്ല. നമുക്ക് അടുത്ത് ചുവടെടുക്കാം, മുൻപോട്ട് പോകാം, ദൈവത്തിൽ ആശ്രയിക്കാം, ഭയത്തിനോട് നോ പറയാം. ആർ യു റെഡി? ഓക്കെ, ഐ ആം റെഡി. ഇവൻ റെഡിയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഭയമുണ്ടോ? ഇന്നിപ്പം കേട്ടില്ലേ, ജീവിതത്തെ നശിപ്പിക്കുന്ന 3 തരത്തിലുള്ള ഭയം. എനിക്കറിയാം നിങ്ങൾക്ക് പേടിയുള്ളത്. 1 ഇരുട്ട്, 2 പ്രേതം, ഇല്ലയോ? 3 പപ്പായെയും മമ്മിയെയും. പേടിയില്ലയോ? എനിക്കറിയാം. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതം നശിപ്പിക്കുന്ന പല ഭയങ്ങളുണ്ട്. പരീക്ഷയ്ക്ക് തോറ്റുപോയാലോ, മാർക്ക് കുറഞ്ഞു കിട്ടിയാലോ, രാത്രിയിൽ എന്ത് ചെയ്യും, നമുക്ക് പല വിധത്തിലുള്ള ഭയങ്ങളുണ്ട്. ഇന്ന് നിങ്ങൾ പഠിച്ചതും അത് തന്നെയാണ്, 3 തരത്തിലുള്ള ഭയം. മക്കളെ, യേശു ക്രിസ്തു ഉള്ളിൽ വരുമ്പോൾ ഭയം ഇല്ലാതെയാകും. യേശു ക്രിസ്തു ഉള്ളിൽ വരുമ്പോൾ അന്ധകാരം മാറി വെളിച്ചമാകും. യേശു ഉള്ള ജീവിതം അത് ജോളിയാണ്. എന്നാൽ യേശു ഇല്ലാത്ത ജീവിതം അത് കാലിയാ, ഇരുണ്ടതാ. അങ്ങനെയെങ്കിൽ ജോളിയായിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ, ഈ ഭയങ്ങളെ മാറ്റിവെക്കണമെങ്കിൽ യേശുവിനുള്ളിൽ ഇടം കൊടുക്കാം. അങ്ങനെ ഇടം കൊടുത്ത് ജീവിക്കാൻ ഇടയാക്കട്ടെ. അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. പാടാം, നേടാം. നുറുനുറാടുള്ളോരുടെ എന്നാടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരുമ്പരെയും നിന്നെ കാണാതെയും പോയി. നുറുനുറാടുള്ളോരുടെ എന്നാടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരുമ്പരെയും നിന്നെ കാണാതെയും പോയി. അവൻ കൂട്ടിൽ നോക്കി കണ്ടില്ല, അവിടെല്ലാം നോക്കി കണ്ടില്ല, ആകെ സങ്കടമായി എങ്ങും കണ്ടില്ല. അവൻ കൂട്ടിൽ നോക്കി കണ്ടില്ല, അവിടെല്ലാം നോക്കി കണ്ടില്ല, ആകെ സങ്കടമായി എങ്ങും കണ്ടില്ല. നുറുനുറാടുള്ളോരുടെ എന്നാടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരുമ്പരെയും നിന്നെ കാണാതെയും പോയി. ഒറ്റയൊരെണ്ണമല്ലേ പോയുള്ളൂ, സാരമില്ലെന്നേ കൂട്ടുകാർ ചൊല്ലിയിട്ടും ഇടയൻ ഉറക്കം വന്നില്ല. ഒന്നെങ്കിലും കുഞ്ഞാടെ നീ എൻ്റെതല്ലേ കുഞ്ഞാടെ, തള്ളിക്കളയാൻ ആവുമോ കുഞ്ഞാടെ? ഒന്നെങ്കിലും കുഞ്ഞാടെ നീ എൻ്റെതല്ലേ കുഞ്ഞാടെ, തള്ളിക്കളയാൻ ആകുമോ കുഞ്ഞാടെ? നുറുനുറാടുള്ളോരുടെ എന്നാടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരുമ്പരെയും നിന്നെ കാണാതെയും പോയി. നുറുനുറാടുള്ളോരുടെ എന്നാടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരുമ്പരെയും നിന്നെ കാണാതെയും പോയി. എനിക്കറിയാം, പാടാം നേടാം എന്ന സെഗ്മെന്റിൽ നിങ്ങൾക്കെല്ലാവർക്കും പാടണം, ആ വീഡിയോ കാണണം എന്ന ആഗ്രഹമുണ്ട്. എനിക്കറിയാം. 2 മിനിറ്റിൽ കുറയാത്ത ഒരു നല്ല പാട്ട് മൊബൈൽ ഫോൺ ഇങ്ങനെ പിടിച്ച് ഒന്ന് റെക്കോർഡ് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചു തരാമെങ്കിൽ അടുത്ത ഞായറാഴ്ച നിങ്ങളുടെ വീഡിയോ ആടാം പാടാം എന്ന സെഗ്മെൻറ്റിൽ കാണും. പാടാം, നമുക്ക് നേടാം. റെഡിയാണോ? ഈ ബട്ടർഫ്ലൈസ് പ്രോഗ്രാമിൽ കൂടെ നമുക്ക് ആടണം, പാടണം, നേടണം. നമുക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ടാറ്റാ.